ഹലോ, ഞാൻ KFC ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണേ ഞാൻ ഇതിനകത്ത് ഇട്ടിട്ടുള്ളതെന്ന് വെച്ചാൽ ആദ്യം കാണിക്കാനായിട്ട് മറന്നുപോയി. കുറച്ച് ചെറിയ ഉള്ളി, കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുരുമുളക് പൊടി, പിന്നെ ഇട്ടേക്കുന്നത് മുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡറാണ് വേണ്ടുന്നത്. ഞാനിപ്പോൾ സാധാ മുളക് പൊടി ഇട്ടത്, അത്യാവശ്യം നല്ല ചുമപ്പ് കളറുള്ളത് കൊണ്ട്. പിന്നെ ഉപ്പ്, പിന്നെ 2 മുട്ട എടുത്തിട്ടുണ്ട്. കോൺഫ്ലവറേ, ഇതൊരു 100 ഗ്രാമിൻ്റെ പാക്കറ്റാണ്. ഇത് ഒരു പകുതിയോളം ഇട്ട് നോക്കാം. ഇട്ടിട്ട് ലാസ്റ്റ് പിന്നെ വേണമെങ്കിൽ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം ഞാനൊരു പകുതി കൂടുതൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി നമുക്ക് നല്ലതായിട്ട് മിക്സ് ചെയ്യണം. അപ്പോൾ ഞാൻ ഇത് ഇത്രയും കൂടി ഇട്ടിട്ട് നല്ലതായിട്ട് കൈ വെച്ചാൽ ഇത് മിക്സ് ചെയ്തത്. സ്പൂൺ വെച്ച് എന്തോ വെച്ച് വേണമെങ്കിൽ മിക്സ് ചെയ്യാം. നല്ലതായിട്ടത് മിക്സ് ആയിട്ടുണ്ട്. ഇത്ര ചിക്കനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഒരു 10 പീസോളം വരും. ഏകദേശം 1 കിലോ വരും. അപ്പോൾ ഇതിനകത്തോട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എനിക്ക് കോൺഫ്ലവർ മൊത്തം ചേർക്കേണ്ടി വന്നു. അപ്പോൾ 100 ഗ്രാം കോൺഫ്ലവർ ഞാൻ മൊത്തത്തിൽ ചേർത്തിട്ടുണ്ട് ഇതിനകത്ത്. പിന്നെ ഞാൻ ഇതിനകത്ത് ചേർത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ കട്ട തൈരും 1 നാരങ്ങയുടെ നീരും കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം. അപ്പോൾ എണ്ണ തിളച്ചിട്ടുണ്ട്. ഇത് ഓട്സ് ആണേ. ഈ ഓട്സിനകത്താണ് നമ്മുടെ ഈ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ടിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാനുള്ളത്. അപ്പോൾ നമുക്കൊന്ന് ഇട്ട് നോക്കാം. ഞാനും ഇത് ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. പരീക്ഷണമാണേ, നോക്കാം. ഇതിനകത്തോട്ട് ഇടാവേ, എന്താവുമെന്നൊന്നും അറിയത്തില്ല. കുഴപ്പമില്ലാണ്ട് പോയി. അപ്പോൾ ഒരു പീസും കൂടി ഇട്ട് വെക്കാം. രണ്ടെണ്ണം ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതെടുക്കാം. ഇതായിട്ടുണ്ടെന്ന് തോന്നുന്നു. അരിഞ്ഞൊന്നും പോയിട്ടില്ല കേട്ടോ. കൂട്ടത്തിൽ ഞാൻ മയോണൈസ് ഉണ്ടാക്കിയില്ല. ഇതൊരു ചട്നിയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ.